ഇല്ല, ഞങ്ങൾ എത്തിയിട്ടില്ല. ഇടയ്ക്കൊന്ന് കാസിയെ കയറി. ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താ രാഹുലേ, ബോറടിച്ചോ? ഓ ഇല്ല സാറേ. പോവാം. ആ This night is cold in the kingdom. I can feel you. രാഹുലേ, ഓ തനിക്കെന്താടോ ഒരു മൂഡ് ഔട്ട്? ഒന്നുമില്ല സാറേ. Don't cut me down, throw me out, leave me here to waste. I once was a man with dignity and grace. Now I'm slipping through the cracks of your cold embrace. ആ, ഞാൻ പറഞ്ഞ കാര്യം താൻ ആലോചിച്ചോ? അതൊന്നും ശരിയാവില്ല സാറേ. അതെന്താ ശരിയാവാത്ത? എന്താ തൻ്റെ പ്രോബ്ലം? അതല്ല സാറേ, എൻ്റെ വീട്ടിലെ അവസ്ഥയൊക്കെ സാറിന് അറിയാവുന്നതല്ലേ. വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച ഞാൻ ഇന്നീ നിലയിരുത്തി. എന്നെ ഒരു ഡോക്ടറായി കാണണമെന്ന് എൻ്റെ അമ്മയുടെ വലിയൊരു സ്വപ്നമായിരുന്നു. എടോ, തൻ്റെ അവസ്ഥയൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഒന്നോ രണ്ടോ പേര് വിചാരിച്ചാൽ ഈ നാട് നന്നാകുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ബി പ്രാക്ടിക്കൽ മാൻ. പണ്ട് ഞാനും തന്നെ പോലെ തന്നെയായിരുന്നു. ഡിവൈൻ പ്രൊഫഷൻ, പല പല ഹോസ്പിറ്റലുകൾ. പിന്നെ പലതും കണ്ടും കേട്ടും വന്നപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവ് തന്നെ മാറിപ്പോയി. താൻ വിചാരിക്കുന്നത് പോലെ ഇതൊരു ജനസേവനമോ പുണ്യമോ ഒന്നുമല്ലടൂ. തനിക്കറിയാമോ, കേരളത്തിൽ നടക്കുന്ന ബ്രെയിൻ ഡെത്ത് കേസുകളിൽ 70% മർഡറാണ്. പ്രീ പ്ലാൻഡ് മർഡർ. എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല റാം സാറേ. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ച് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരും ഉണ്ടാവാം. പക്ഷേ അത് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡോക്ടർമാരെ ദൈവത്തെ പോലെ കാണുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. എൻ്റെ രാഹുലെ, ഒന്ന് കണ്ണടച്ചാൽ ലക്ഷങ്ങളാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്നത്. താൻ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത മൃതസഞ്ജീവനി ലിസ്റ്റിൽ ഉൾപ്പെട്ട് അവയവമാറ്റത്തിന് ഊഴവും കാത്തിരിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ശാപം കിട്ടുന്ന ഏർപ്പാടാ സാറേ. എടോ, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മുതൽ അറ്റൻഡറും ആംബുലൻസ് ഡ്രൈവർ വരെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വലിയ നെറ്റ്വർക്കുണ്ട് ഇതിൻ്റെ പിന്നിൽ. സാറേ, മീഡിയയൊക്കെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുക വെറുതെ. അതിന് പുറമേ നിന്ന് നോക്കുന്നവർക്ക് നമ്മൾ ഇല്ലീഗലായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. അഥവാ എന്തെങ്കിലും തട്ടുകേടുണ്ടായാൽ അതൊക്കെ മാനേജ്മെൻറ്റ് നോക്കിക്കൊള്ളും. നമ്മൾ സേഫാ. താൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നന്നായി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. മറുപടി നാളെ കിട്ടണം. സാറേ, ഒരു ലിഫ്റ്റ് തരുമോ സാറേ? എൻ്റെ ബൈക്ക് കേടായി. താൻ എവിടെ പോയിട്ട് വരുന്നു? ജോലി സ്ഥലത്ത് നിന്ന് വരുന്ന വഴിയാ സാറേ. വണ്ടി ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് പോയതേ. തിരിച്ചു വന്നപ്പോൾ സ്റ്റാർട്ടാകുന്നില്ല. കുറേ നേരം നോക്കി, ഒരു രക്ഷയില്ല. അതാ സാറേ. എൻ്റെ രാഹുലെ, ഈ പാതിരാത്രിക്ക് ആരാ എന്താണെന്നൊക്കെ അറിയാതെ ചുമ്മാ. റാമോ സാറല്ലേ? അതെ, എനിക്ക് സാറിനെ അറിയാം. ഞാൻ മുമ്പ് ഹോസ്പിറ്റലിൽ വന്ന് സാറിനെ കണ്ടിട്ടുണ്ട്. ആ കയറി. താങ്ക് യു സാർ. ആ, തൻ്റെ വീടെവിടെ? ഈ റൂട്ട് തന്നെയാണ് സാറേ, ബ്ലോക്ക് ഓഫീസിനടുത്തായിട്ടാ.
ഓക്കെ സാറേ, ഓക്കെ, നാളെ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ഓക്കെ, ഗുഡ് നൈറ്റ്. തൻ്റെ വീട് ബ്ലോക്കിനടുത്തല്ലേ പറഞ്ഞേ? അതെ സാറേ. അത് കുറച്ച് ദൂരമുണ്ടല്ലോ. എങ്കിലൊരു കാര്യം ചെയ്യ്, താൻ ഈ ഫ്രണ്ട് സീറ്റ് വന്നിരിക്കുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പോകാം. കുഴപ്പമില്ല സാറേ, ഞാനിവിടെ ഇരുന്നോളാം. തൻ്റെ പേരെന്താന്നാ പറഞ്ഞത്? എൻ്റെ പേര് അലക്സ് എന്നാ. അലക്സ്? അലക്സ് എന്നാ ഹോസ്പിറ്റലിൽ വന്നാന്ന് പറഞ്ഞേ? അത് ഒരുപാട് വർഷം മുമ്പാ സാറേ. സാറന്ന് തൊടുപുഴയിലായിരുന്നപ്പോൾ. ഞാൻ ആ സമയത്ത് കുറച്ചാളും മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഓ, അത് ശരി. സാറിനെ പലതവണ കണ്ടിട്ടുണ്ട്, എങ്കിലും ചിലപ്പോൾ സാറിന് എൻ്റെ ഓർമ്മ കാണില്ല. കഷ്ടിച്ച് ഒരു വർഷം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെയൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല. അല്ലെങ്കിലും എന്നെ പരിചയപ്പെട്ടവരൊന്നും ഉടനൊന്നും മറക്കില്ല. കാരണം അങ്ങനെയായിരുന്നല്ലോ ഞാൻ എല്ലാവരോടുമുള്ള ഡീലിംഗ്. പിന്നെന്താ അലക്സ് ആ ഫീൽഡ് വിട്ടുകളത്? അലക്സേ, താനെന്താ ഫീൽഡ് വിട്ടതെന്നാ ചോദിച്ചേ? അത് വിടേണ്ടി വന്നു സാറേ. ഞങ്ങളന്ന് പിറവത്തായിരുന്നു താമസമേ. എൻ്റെ അപ്പന് അവിടെ ഒരു തോട്ടത്തിലായിരുന്നു പണി. വീട്ടിൽ പിന്നെ സുഖമില്ലാത്ത അമ്മയും പെങ്ങളും മാത്രം. ആ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളുണ്ടായി ജീവിതത്തിൽ. പിന്നെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി. ഹലോ ഹലോ സാറേ, സാർ എവിടെയാ? ആൽബി, ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയാ. എന്താടൂ? സാറേ, ആ പഴയ ബ്രെയിൻ ഡെത്ത് കേസില്ലേ, അത് വീണ്ടും പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ ഷേണായും ടീമും. ചാനലുകളിലൊക്കെ ഇപ്പോൾ അതാ സ്ക്രോളിങ്. അവയവ കച്ചവട മാഫിയ കേരളത്തിലും പിടിമുറുക്കുന്നു എന്നൊക്കെയാണ് ആ ന്യൂസിൽ. പ്രശ്നമാവോ സാറേ? പോയി പണി നോക്കാൻ പറ ആൽബി. അവയവ കച്ചവടം, ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. പിന്നെ ചാനലിൽ കിടന്ന് കുരക്കുന്നവന്മാർ കുരക്കട്ടെ, അവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ സെൻസേഷൻ ന്യൂസ് വേണ്ടേ ആൽബി? ഹോസ്പിറ്റലിനൊരു റെപ്യൂട്ടേഷനുണ്ട്, അത് തകർക്കാനുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ് ഈ ആരോപണങ്ങൾ. അങ്ങനെ പറഞ്ഞാൽ മതി ചൊറിയാൻ വരുന്നവരോട്. ഓക്കെ സാർ, ഓക്കെ. ഞാൻ എന്തായാലും ന്യൂസ് സാറിന് അയച്ചിട്ടുണ്ട്, സാറിന് കണ്ടു നോക്കണേ. ഓക്കെ ആൽബി. അവയവ കച്ചവട മാഫിയ കേരളത്തിലും പിടിമുറുക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഞങ്ങൾ ഇന്ന് പുറത്തുവിടുന്നത്. 6 വർഷം മുമ്പ് ആക്സിഡന്റിൽ തലയ്ക്ക് പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട നിർധന കുടുംബത്തിലെ യുവാവിനെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നടത്താതെ അവയവദാനത്തിനായി ബോധപൂർവ്വം മസ്തിഷ്കമരണം രേഖപ്പെടുത്തി മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നും ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഡോക്ടർ ഷേണായി ആരോപിക്കുന്നു. സത്യ ടിവി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പിറവം സ്വദേശിയായ അലക്സ് എന്ന യുവാവിന് 2018 ഒരു ബൈക്ക് ആക്സിഡന്റിൽ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ അലക്സിന്റെ ജീവൻ രക്ഷപ്പെടുത്തുവാനുള്ള അടിയന്തര ചികിത്സ നടത്താതെ പകരം അവയവദാനത്തിന് മുന്നോടിയായുള്ള ടെസ്റ്റുകൾ നടത്തുകയും നിർധന കുടുംബത്തിൽപ്പെട്ട ഈ യുവാവിനെ ഗൂഢാലോചനയുടെ ഭാഗമായി മസ്തിഷ്ക മരണത്തിലേക്ക് തള്ളിവിടുകയുമായിരുന്നു എന്നാണ് ഡോക്ടർ ഷേണായി ആരോപിക്കുന്നത്.